അവര് പെണ്ണല്ല, പക്ഷേ ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞു നടക്കുന്ന പ്രവണത പോലും ഇന്ന് വർദ്ധിച്ചു വരികയാണ്. പെൺവേഷം കെട്ടുക, ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞ് സാരി ഉടുക്കുക, ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞ് മുടി നീട്ടി വളർത്തുക, ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞ് പർദ്ദ ധരിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എത്ര ആളുകൾ ഈ കോലം കെട്ടി നടക്കുന്നുണ്ട്, എത്ര ആളുകൾ. ഇതൊക്കെ മെഡിക്കൽ മേഖലകളിൽ വലിയ സാമ്പത്തികമായ കൊള്ളയാണ് അവർ നടത്തുന്നത്. ഒരു ആണ് പെണ്ണായി മാറാൻ ഹോർമോണുകൾ കുത്തിവെക്കണമെങ്കിൽ ഓരോ മാസവും 1.5 ലക്ഷം രൂപയുടെയൊക്കെ മരുന്നുകള് ഹോർമോണുകളായി ശരീരത്തിൽ കുത്തിക്കയറ്റിയിട്ട് മരിക്കുന്നത് വരെ അവർ ഹോർമോണുകൾ കുത്തിക്കയറ്റിക്കൊണ്ടേയിരിക്കണം. എന്നാൽ പോലും അവർ പൂർണ്ണമായി ഒരാണ് പെണ്ണാവുകയോ ഒരു പെണ്ണാണാവുകയോ ചെയ്യുകയില്ല. ഈ മെഡിക്കൽ സംവിധാനങ്ങളുടെ ടൈക്കൂണുകളുടെ കൊള്ള വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ആണ് പെണ്ണായി മാറുന്നതും പെണ്ണാണായി മാറുന്നതും അല്ലാഹു ശപിച്ചതാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ആളുകൾ ശപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, അവരെ അല്ലാഹു വെറുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതിലൊരു വിഭാഗം ആളുകൾ ആൺവേഷം കെട്ടുന്ന പെണ്ണ്, പെൺവേഷം കെട്ടുന്ന ആണ് രണ്ടാമത്തെ വിഭാഗമാണ്. മൂന്നാമത്തെ വിഭാഗം വല്ലദീ യഅ്തിൽ ബഹീമ. ഇന്ന് ലിബറലിസ്റ്റുകൾ പറയുന്നത് പോലെ, യുക്തിവാദികൾ പറയുന്നത് പോലെ ആർക്കും ആരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാം, മൃഗങ്ങളോട് പോലും ലൈംഗിക താല്പര്യം തീർക്കാമെന്ന് പറയുമ്പോ വല്ലദീ യഅ്തിൽ ബഹീമ, മൃഗങ്ങളോട് ലൈംഗിക താല്പര്യം കാണിക്കുന്നവർ അല്ലാഹുവിന്റെ ശാപത്തിലാണ്, അല്ലാഹുവിന്റെ കോപത്തിലാണ്. വല്ലദീ യഅ്തിർ റജുല, പുരുഷൻ പുരുഷനുമായി ഇണചേരുന്നത്, അവരെയും അല്ലാഹു വെറുത്തിരിക്കുകയാണ്, അല്ലാഹുവിന്റെ കോപത്തിലാണ്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ പോവാതിരിക്കാനാണ് വളരെ നേരത്തെ കല്യാണം കഴിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. ലൈംഗിക ശുദ്ധിക്ക് വേണ്ടിയാണ് ഇസ്ലാം വളരെ നേരത്തെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്. വഹുവ, കല്യാണം എന്നുള്ളത് അഗല്ലുലിൽ ബസ്വരി വ അഹ്സനുലിൽ ഫർജി, നമ്മുടെ ലൈംഗിക അവയവങ്ങളെ ഹറാമിലേക്ക് പോവാതിരിക്കാൻ നല്ലതാണെന്ന് പരിശുദ്ധ റസൂൽ